ആൾക്കാർക്ക് ഇഷ്ടമായിട്ടാണോ ആൾക്കാർക്ക് പറ്റാണ്ടാണോ എന്താണെന്ന് അറിയില്ല. ഒന്നെങ്കിൽ ദേഷ്യം കൊണ്ട് ഫോളോ ചെയ്യണമായിരിക്കും, അല്ലെങ്കിൽ ഇഷ്ടം കൊണ്ട് ഫോളോ ചെയ്യണമായിരിക്കും. ഇതൊന്നും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിച്ചു നോക്കട്ടെ എന്ന് കരുതിയിട്ട് ചിലപ്പോൾ അങ്ങനെ ഫോളോ ചെയ്യണമായിരിക്കും. എന്താ സംഭവം എന്നുള്ളത് ആക്ച്വലി നമുക്ക് അറിയില്ല. പിന്നെ നമുക്ക് നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യണില്ല വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട്. എന്താണോ ലൈഫിൽ നടക്കുന്നത് അത് ചുമ്മാ ഒരു ക്യാമറ അല്ല ഒരു കിമ്പലും ഒരു ക്യാമറയും വെച്ചിട്ട് അതിങ്ങനെ ഇങ്ങനെ കാണിക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകളൊന്നും ഇല്ല. എനിക്കത് നിങ്ങളുടെ ആ ഫ്രണ്ട്ഷിപ്പിലേക്ക് വരാൻ ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ വീഡിയോസിലും ഇപ്പം എനിക്കൊന്ന് കാനഡയിൽ നിന്ന് വരുമ്പം എനിക്കൊന്ന് കൊച്ചിയിൽ കൂട്ടാൻ ആരാണ് വന്നത്. സോ അവരുടെ വ്ളോഗ് കണ്ടപ്പോൾ കൂടുതൽ ആളുകളും ഇവരുടെ എനിക്കൊന്ന് അശ്വിന് അറിയപ്പെട്ട് തുടങ്ങിയത്. അപ്പോൾ ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, അതായത് എവിടെ ഈ പറഞ്ഞ പോലെ തുടക്കം മുതൽ കൂടുന്ന ആൾക്കാരെ പിന്നീട് മാറ്റാതെ നിങ്ങളുടെ സൗഹൃദത്തിന് നിങ്ങൾ കൊടുക്കുന്ന എത്രത്തോളം ഇമ്പോർട്ടൻസ്. അത് ഒത്തിരി ആളുകളാണ് വീട്ടിലായാലും ഭയങ്കര രസമാണ് നിങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു നട്ടല് സത്യത്തിൽ ഹനാൻ തന്നെയാണ്. ഇവന് പല സ്ഥലത്തു നിന്ന് കിട്ടുന്ന ആൾക്കാരെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ആ വീട്ടിൽ അങ്ങോട്ട് പ്രതിഷ്ഠിച്ചു. അങ്ങനെയാണ് സത്യത്തിൽ ആ സൗഹൃദം ഉണ്ടായത്. എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളൊരു മനുഷ്യന് ഹനാനാണ്. കാരണം ഹനാൻ കാരണം ഒരുപാട് നല്ല സൗഹൃദങ്ങൾ കിട്ടി. ഇപ്പം ആ കൂട്ടത്തിലുള്ള ബാക്കിയുള്ള ആളുകളൊന്നും എനിക്ക് പേഴ്സണലി ആദ്യം പരിചയം ഉണ്ടായിട്ടല്ല. നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് ചെന്ന് ഇനീഷ്യലി അവന് പ്രോഗ്രാം കിട്ടിയെടുത്തെന്നും അവിടെ നിന്നൊക്കെ കിട്ടിയ നല്ല ഓരോ ആൾക്കാരാണ് സത്യത്തിൽ ആ കൂട്ടത്തിലുള്ള ആളുകൾ. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ജോലികൾ കാര്യങ്ങളുണ്ട്. പക്ഷെ എന്താണെന്ന് അറിയില്ല, നമ്മളെ ഏറ്റവും വലിയ സന്തോഷം അതാണ്. എനിക്ക് അതുകൊണ്ട് തന്നെ കാനഡയിൽ ഇരിക്കുമ്പോൾ സമാധാനമില്ല, പിടിച്ചെടുക്കാൻ നമുക്ക് പറ്റില്ല. ഇവര് എപ്പോൾ നോക്കിയാലും ഇവര് ഹാപ്പിയാണ്. നാട്ടിൽ വന്നാൽ ഇപ്പം ഞാൻ സത്യം പറയാം, ഞാൻ ഈ ഒരു മൊമെന്റ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഉള്ള മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അതാണ് ഇപ്പം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രഷ്യസ് മൊമെന്റ്സ്. ഒന്നിച്ചു കൂടുമ്പോൾ ഒന്നെങ്കിൽ ഞാൻ അവനെ കുറ്റം പറയും, അല്ലെങ്കിൽ 4 പേര് കൂടിയിട്ട് ഇവനെ കുറ്റം പറയും. ആ ഒരു സംഗതി ഉണ്ടല്ലോ, അതിലാണ് ഞങ്ങൾ ആനന്ദം കണ്ടെത്തുന്നത്. ഞങ്ങൾ തന്നെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിന്നുന്ന ഇവിടെ പറയാം പച്ചർച്ചി തിന്നുന്ന പറയാം. ആ പച്ചർച്ചി തിന്നലാണ് നമ്മളൊരു സന്തോഷം. ഈ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലേക്ക് വരണമെങ്കിൽ എങ്ങനെ ആയിരിക്കണം? കാരണം ഒത്തിരി ആളുകൾ വീഡിയോസ് കണ്ടിട്ട് ഇവരെ പോലെ ആയിരുന്നെങ്കിൽ, ഇവരുടെ കൂട്ടത്തിലായിരുന്നെങ്കിൽ ആഗ്രഹിക്കല്ലോ. അതിലിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ ആൾക്കാർക്ക് ചിലപ്പോൾ ഇതിങ്ങനെ ഫണ്ണായിട്ട് മൊബൈലിലൂടെ കാണുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ആ റീച്ച് കൊണ്ട് തോന്നുന്നതായിരിക്കാം മേ ബി. നമ്മളെ ഫ്രണ്ട്സ് ഇപ്പോൾ നിങ്ങൾക്കാണെങ്കിലും ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഏതൊരാൾക്കും അവർക്കൊക്കെ ഫ്രണ്ട്സ് ഉണ്ടാവും. ആ ഒരു ഫ്രണ്ട് സർക്കിളിൽ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. ഇവ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ, ഇനിയിപ്പോൾ നിങ്ങൾ പോയി കഴിഞ്ഞാലേ, ഞാൻ നിങ്ങളിപ്പോൾ പോകുന്ന അറിയണം 5:15 6 മണിയാകുമ്പോൾ എനിക്ക് എൻ്റെ കൂട്ടുകാരൻ നാട്ടിൽ കുറച്ച് കൂട്ടുകാരുണ്ട്. അവിടെ ചെന്നിരുന്ന് ഒരു കട്ടൻ, അവിടെ സദ്ദാമിൻ്റെ തട്ടാടുണ്ട്, ആ തട്ടാടയിൽ നിന്ന് ഒരു കട്ടനും കുറച്ച് പൊക്കോടയും വാങ്ങിച്ചിട്ട് അതിങ്ങനെ വായിലിട്ട് എന്താ ഇപ്പം നാളെ ചെയ്യാൻ പറ്റുമോ, ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ, അത് ആ ഒരു സംസാരിച്ചിരിക്കണ ആ ഒരു സന്തോഷമുണ്ട്. ആ ഒരു സന്തോഷം അതിനെ വെല്ലാൻ ലോകത്ത് ഒന്നുമില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇതൊക്കെ അനുഭവിച്ചിട്ട് പ്രവാസിയാവാൻ പോകണം, അപ്പോൾ മനസ്സിലാവും. അതാണ് അതിൻ്റെ ഒരു സംഭവം. പിന്നെ ഈ നമ്മളെ ചോദ്യം അതാണല്ലോ, നമ്മളെ ഇതിലേക്ക് വരിക എന്നുള്ളത്. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് സന്തോഷം കിട്ടണ എവിടെയാണോ അവിടെ മാക്സിമം എൻജോയ് ചെയ്യാൻ നോക്കി. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ സന്തോഷം ഇതാണ്. അപ്പോൾ ആ സന്തോഷം നമ്മൾ വീഡിയോ ആയിട്ടും ഫോട്ടോ ആയിട്ടും ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം കിട്ടണമെങ്കിൽ നിങ്ങൾ സന്തോഷിച്ചോ, എല്ലാവരും സന്തോഷിക്കുക, അത്രേ ഉള്ളൂ. നമ്മളത്ര ഉദ്ദേശിക്കണുള്ളൂ.